ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മംഗലാപുരത്തുള്ള തണ്ണീർഭാവി ബീച്ചിൻ്റെ അടുത്തുള്ളൊരു ട്രീ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അത് ഈ ഫോറസ്റ്റുകാരുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. ഹായ്, അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്, തണ്ണീർഭാവി ട്രീ പാർക്ക്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഇതുള്ളത്, തണ്ണീർഭാവി ബീച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം, അകത്തെ കാഴ്ചകളൊക്കെ കാണാം. മംഗലാപുരത്തു നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഒരു രാവിലെയോടുകൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഇതാണ്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനും വിശ്രമിക്കാനുള്ളൊക്കെ സ്ഥലമുണ്ട് ഇവിടെ. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല, ആൾക്കാർക്ക് വരുന്നതേ ഉള്ളൂ. ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ, 20 രൂപയാണ് എൻട്രൻസ് ഫീസ്, 20 രൂപ ഒരാൾക്ക്. ഇതാണ് അതിൻ്റെ പാർക്കിലെ മാപ്പ്. ഇത് കേട്ടോ അവിടുത്തെ റൂൾസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പാർക്കിൻ്റെ അകത്ത് വന്നാലുള്ള നമ്മൾ ഈ റൂൾസൊക്കെ പാലിക്കണം. ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾരൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കടലാണ് കേട്ടോ. എൻ്റെ അപ്പുറത്ത് കടലും ചെറിയൊരു ബീച്ച് പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കറങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് നേരെ കടൽ തീരത്തേക്ക് നമ്മളെത്തും, ഇവിടെ നേരെ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ. ഇതായിട്ട് ഇതിൻ്റെ അകത്ത് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നവർ. അപ്പോൾ ഇതിലങ്ങ് നേരെ അങ്ങ് പോകണം നമുക്ക്. മണലാട്ടോ മൊത്തം, അത് കടൽ തീരമായതുകൊണ്ട് മണലാവുള്ളു. എന്നാൽ ഒരുപാട് മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് ഇതാക്കിയിട്ടുണ്ട്. മൊത്തം മരങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. സിറ്റിയിലുള്ളവർക്കെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു രസമായിരിക്കും, നല്ലൊരു കാറ്റും നല്ല അന്തരീക്ഷമൊക്കെയാണ്. ഇതാട്ടോ ഫോറസ്റ്റിൻ്റെ ഫുൾ ഫോം. F for ഫുഡ്, O for ഓക്സിജൻ, R for റൈൻസ്, ഇക്കോ ബാലൻസ്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിലൂടെയൊക്കെ നല്ല രസമാട്ടോ ഇതിലൊക്കെ ഇങ്ങനെ നടക്കാൻ. നല്ല തണുപ്പാണ്, അതിൽ ചൂടൊന്നും അറിയുന്നൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. അതിന് മേളിലൊക്കെ പോയി കയറി അതിലൂടെയൊക്കെ മേളിൽ കയറി പോയിരിക്കാം കേട്ടോ. നമ്മളൊന്നിപ്പോൾ നമ്മുടെ മേളിൽ 2 പേര് ഇരിപ്പുണ്ട് അവിടെ, അതാണ് നമ്മൾ മേലോട്ട് കയറാൻ പോയില്ല. ഇതാട്ടോ പണ്ടൊക്കെ പച്ചമരുന്നാക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരല്ലായിരുന്നു, അരച്ച് അത് പച്ചമരുന്നാക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ഹെർബൽ ഗാർഡൻ. ഞങ്ങൾ ഇവിടുന്നും പിന്നെ യാത്ര തുടർന്നു മുന്നോട്ട് പോവുക. നല്ല രസമാണ് കേട്ടോ, മൊത്തം കാടും മരങ്ങളും. ഇവിടെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും.
എല്ലായിടത്തും കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഓരോന്നിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ഞണ്ടിനാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് ഞണ്ടിനാക്കി വെച്ചിരിക്കുന്നത്. അതിലൊന്നും തൊടാൻ പാടില്ല എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. എൻട്രൻസുള്ള ബോർഡ് കണ്ടല്ലോ, ആ ബോർഡിൻ്റെ അത് ഇതിലൊന്നും തൊടാൻ പാടില്ല. ഇത് ഡസ്റ്റ്ബിൻ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ മരക്കുറ്റി പോലെയാണ്, സിമെൻറ്റ് കൊണ്ടാക്കിയതാണ്, മരക്കുറ്റിയല്ല സിമെൻറ്റിൻ്റെ ആണ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മരത്തിൻ്റെ അതുകൊണ്ടാക്കിയതായിട്ട് തോന്നും. സിമെൻറ്റിൻ്റെ ഡസ്റ്റ്ബിൻ അങ്ങനത്തെ കുറേ ഉണ്ട്, അതിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ശരി ഇപ്പോൾ സ്റ്റാഫുണ്ട്, ഇതൊക്കെ ഇതൊക്കെ അടിച്ച് ക്ലീനാക്കി ഇടും. അവർ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ രാവിലെ അല്ലേ. പ്രായമൊക്കെ നില വീണ് കിടക്കുന്നൊക്കെ എല്ലാം അടിച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കും അവരവിടെ. ഇതൊരു അമ്മയുടെ പടം. ഈ അമ്മ പണ്ട് കുറേ മരങ്ങളൊക്കെ റോഡുകളിലും മരങ്ങളൊക്കെ വെള്ളം ഒഴിച്ച് നട്ട് വളർത്തി അവർ തന്നെ ചെയ്ത്, അങ്ങനൊരു ഫോറസ്റ്റുകാർ അവർക്കൊരു ചെറിയ അംഗീകാരം കൊടുത്ത് ഒരു ഫോട്ടോയൊക്കെ കൂടെ വെച്ചവർക്ക്. തിമ്മക്ക എന്ന പേര് അക്കയുടെ പേര്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്ന് ഇരിക്കാം. ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, കുറച്ച് അപ്പുറത്തോട്ടൊരു ക്യാൻറ്റീനുണ്ട്. ഇതൊക്കെ കന്നഡയിലാണ് ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല സ്ഥലം കേട്ടോ, കണ്ടിട്ട് കൊതിയാവുന്നു. അത് ഗസ്റ്റ് ഹൗസ്, ഫോറസ്റ്റുകാരുടെ ഗസ്റ്റ് ഹൗസാണ് തോന്നുന്നത്. ഒരു വണ്ടി കിടപ്പുണ്ട്, ഫോറസ്റ്റുകാരുടെ വണ്ടി. അതാട്ടെ ക്യാൻറ്റീന്. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട് അതിൻ്റെ അകത്ത്. ഇതിലേ അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ കടൽ തീരത്തേക്ക് ചെല്ലും. അത് നമുക്ക് പിന്നെ പോവാം. ഇവിടെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണാനുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇതിലേ അങ്ങ് ഇറങ്ങി പോവാം. ഉണ്ടോ ഫോറസ്റ്റിൻ്റെ ആന അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒറിജിനൽ ആനയല്ല അത്. ഫോറസ്റ്റ് ഇതാണ് ആനേനാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് ആനേനെ കാണാൻ കേട്ടോ. ഇതൊരു പണ്ടത്തെ ഒരു ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഇരുന്ന് ചെറിയ പ്രോഗ്രാമൊക്കെ വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, അതൊക്കെ കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടിയാന. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാട്ടോ, നല്ല രസമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നത്തില്ല. നമുക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പം ഈ പറഞ്ഞിരിക്കുന്ന കമ്പള, ഭൂത്തക്കോല, യക്ഷഗാന അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുടെ ഒരു രൂപമാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പബ്ലിക് ഹെർബൽ ഗാർഡൻ മംഗളൂർ. ഇതൊക്കെ കുറേ ചെടികൾ വെച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ പേരുകളാണ് കൂടുതൽ. ആ ചുറ്റുവട്ടത്ത് മൊത്തം ഇത് മൈലാഞ്ചി ചെടികളാണ് മൊത്തം ചുറ്റുവട്ടത്തുള്ളത്. മൊത്തം മണലാട്ടോ, കാലിലും ചെരുപ്പിലൊക്കെ മണൽ. എന്തോ ഒരു ചെടി, അതിനകത്ത് ഒരു ചുമന്ന കായുണ്ട്, എന്നാന്ന് അതിൻ്റെ പേരറിയത്തില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് കലാരൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് മറ്റേ കമ്പള എന്ന് പറയും. കമ്പള എന്ന് പറഞ്ഞാൽ പോത്തിനെ കൊണ്ട് ഇത് ഓടിക്കുന്നതാണ്. അതിന് പ്രത്യേകം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കുറച്ച് വെള്ളത്തിൽ, ചെളി വെള്ളത്തിൽ അതിൻ്റെ അകത്ത് ഓടിക്കുന്നത്. അതിവിടെ ഇടയ്ക്ക് നടക്കാറുണ്ട് ആ പരിപാടി. അത് നടത്തി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങി തീരുന്നത്. അത് രാത്രിയും പകലും ഉണ്ട്, വലിയൊരു പരിപാടി അത്.
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പോത്തിനാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം ഇതേപോലെ ഉണ്ടോ, നല്ല കറുത്ത് നല്ല മിനുസായിരിക്കും. ഇതേപോലെ തന്നെ ഉണ്ടോ ഏകദേശം. അപ്പോൾ ഇങ്ങനെ ഇവർ പുറകിൽ നിന്ന് ഓടിക്കും കേട്ടോ. ഇവർ പുറകിൽ ഇവർക്ക് നിൽക്കാനുള്ളൊരു ഇതാക്കും. എന്നിട്ട് അവരത്തെ ചവിട്ടി നിന്നിട്ട് ഈ പോത്ത് പോകുന്ന പുറകെ ഇവരും പോവും. അപ്പോൾ ഇതിൽ ഏറ്റവും സമയം കുറവിൽ കൂടുതൽ ഓടിച്ചെല്ലുന്ന പോത്തിനാണ് സമ്മാനം. സമയം കുറവെടുക്കണം, അങ്ങനെ കണ്ട അതിൻ്റെ ഒരു ഇത്. ഇത് യക്ഷഗാന കേട്ടോ. ഇത് യക്ഷഗാനം എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ഇതൊക്കെ. യക്ഷഗാനം കുറച്ചുകൂടി എഴുതിയിട്ടുണ്ട്. ഇതും ഒരു എന്നാ ബൂത്തക്കോല എന്ന് പറയും. അത് സാധാരണ വീടുകളിലാണ് ഓരോരുത്തർ അത് നടത്തുന്നത്. അത് രാത്രിയാണ്, വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞാൽ നേരം വിളിക്കുന്നവരുണ്ടാവും. അതിൻ്റെ അകത്ത് കുറേ അവർക്ക് കുറേ നല്ല നല്ല പരിഹാരങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നതിൽ ആ ഒരു ഇതിൽ. അങ്ങനെന്താണ് അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ, ബൂത്തക്കോല. ഇതൊക്കെ ആക്കി വെച്ചിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നും അതിനൊക്കെ. ഇവിടെ ഓരോന്ന് ഇതെന്തിൻ്റെ ഇത്, ക്രാബ്സിൻ്റെ. അവിടെ കേട്ടോ അവിടെ വാഷ്റൂമും ടോയ്ലറ്റൊക്കെ ഉള്ളതായിട്ട്. അവിടെ കേട്ടോ നമ്മുടെ വാഷ്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളവിടെ കണ്ടില്ലതാ. ആ ഇത് കിടക്കുന്നതായിട്ട് ഇച്ചിരി നേരത്തെ ഒരു ചെറിയ കടകളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു കടകളായിരുന്നു നേരത്തെ, ഇപ്പം ഇല്ല. ഇപ്പം അത് ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ നശിച്ചു തുടങ്ങി. അതൊക്കെ അപ്പം നമ്മളിങ്ങനെ ഒരു റൗണ്ട് അടിച്ച് നമ്മളിപ്പോൾ ആനയുടെ അടുത്ത് എത്താനായി. അവിടെ കാണാം ആനേനെ. നമ്മുടെ മറ്റേ ചെമ്മീനോ അങ്ങനെ എന്താ പറയില്ല, ചെമ്മീൻ പോലത്തെ എന്തോ നൈല്, അതിനെ കുറിച്ച് എന്താ എഴുതിയിട്ടുണ്ട് അവിടെ. ഒച്ച് അപ്പോൾ നമ്മളതിൽ അപ്പുറത്തൂടെ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലെ റൗണ്ട് അടിച്ച് നമ്മളിങ്ങനെ വന്നു. ഇതാണ് കേട്ടോ മൈലാഞ്ചി. ഇത് ഇവിടെ നട്ടിരിക്കുന്ന മൊത്തം മൈലാഞ്ചികളാണ്. ഇതാണ് നമ്മുടെ ആന. നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ വന്നിട്ട് ആനയുടെ അടുത്തോട്ട് തന്നെ വന്നു. ഇനി നമ്മൾ ഇതിലൂടെ കറങ്ങി അടിച്ച് നേരെ പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ചെല്ലാൻ പറ്റും. സിമെൻറ്റ് കൊണ്ടാക്കിയത് കേട്ടോ, നല്ല കട്ടിയുണ്ട്, അത് തൊടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു, അവർക്കവിടെ ഇരുന്ന് കറങ്ങാനും മേളിൽ പോയി നിരങ്ങി വരാനും അതിനുള്ള ചെറിയൊരു കളിസ്ഥലമാക്കി വെച്ചിരിക്കുന്നത്. പുറകിൽ കടൽത്തീരമുണ്ട്, നല്ല കാറ്റ്, എപ്പോഴും കാറ്റുണ്ടാകും ഇങ്ങോട്ട്, ചൂടറിയില്ല. ഇവിടെ നട്ടിരിക്കുന്ന മരങ്ങളൊക്കെ ഔഷധ ഗുണമുള്ള മരങ്ങളാണെന്ന് പറഞ്ഞത്. ഔഷധ ഗുണങ്ങളുള്ള മരങ്ങൾ നോക്കിയിട്ടാണ് നട്ടിരിക്കുന്നത്. മരങ്ങളും ചെടികളും എല്ലാം. ഇവിടെ നമുക്ക് വന്നിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു 3-4 ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത് കൂടെ ഇരിക്കാനുള്ള സ്ഥലം. ഇതും പിള്ളേർക്കൊന്ന് കളിക്കാനുള്ളതാണ്.
അതായത് ഇതിൽ കൂടെ കയറി മേളിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വരണം. ഇതിലൂടെ കയറുന്നത്. ഇതിലൂടെ കയറി മേളിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. നല്ല രസമായിരിക്കും പിള്ളേർക്ക്. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാം. സ്റ്റെപ്പിൽ കൂടെ കയറി അങ്ങോട്ട് മൂന്ന് സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടത്തേക്ക് 3 സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ളതുണ്ട്. ഭയങ്കര ചൂടാട്ടോ അവിടെ. ആ വെയിലടിക്കുന്ന കാരണം അവിടെ നല്ല ചൂടുണ്ട്. എന്നാലും ഒന്ന് ഇറങ്ങി നോക്കാം. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ളതാണേ. ഞാൻ വെറുതെ ഒന്ന് കയറി ഇറങ്ങി. എൻ്റെ അമ്മു അയ്യോ കുത്തനാണ്ട് ഉസ്ക വന്നു. എന്നാട്ടോ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്ക് ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടാം. എനിക്കൊന്ന് ഊഞ്ഞാല കണ്ടപ്പോൾ നാടാൻ തോന്നി. നല്ല രസമാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നവരുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് കയറി കണ്ടേച്ചൊക്കെ പോകണം. നല്ല രസമാണ്. ഇതിപ്പോൾ ഇതിലൂടെ നമുക്ക് നേരെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചാണ്. കടൽ തീരത്ത് നമ്മൾ ചെല്ലും. ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. കാറ്റാടി മരങ്ങൾ, നല്ല കാറ്റ്, നല്ല തണുപ്പാണ്. നല്ല രസം ഇവിടെ നിൽക്കാനൊക്കെ. ആ കടൽത്തീരത്തിൻ്റെ ഒച്ചയും കാറ്റും എല്ലാം കൊണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇങ്ങനെയുള്ളൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ നേരം ഇരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്ന നേരെ ബീച്ചിലോട്ട്, കടൽ തീരത്തോട്ടാണ്. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. വാവ്, എന്താ സീനറി. അതുകൊണ്ട് ഇവിടെയും ഇരിക്കാനുള്ള ഇതുണ്ട്. അത് കൂട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ആമേനെ ആക്കി വെച്ചിരിക്കുന്നതുണ്ടോ. ആമേനെ നല്ല രസമുണ്ട് കേട്ടോ. നോക്കി ആ കണ്ണും മൂക്കും എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ എന്നാ സീനറിയാ നോക്കി. കണ്ടോ ഇവിടെ അവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, 3 അത് കൂട്ട് സ്ഥലമുണ്ട്. അതാണ് അവിടെ കടൽ തീരം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങും. അവിടെ വലിയ ആളും തിരക്കൊന്നുമില്ല കടൽ തീരത്ത്. ഇവിടെ വരുന്ന ആൾക്കാർ ഇതിലൂടെ വന്ന് ഇറങ്ങി ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി കളിച്ചിട്ട് പോകും. ബീച്ച് നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് വരും. തണ്ണീർഭാവി ബീച്ച് ഇവിടെ കുറച്ച് അപ്പുറത്തെ. ഇവിടുന്ന് കാണാതിരിക്കും. അത് ഉണ്ടോ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകാർ. അവിടെയുണ്ടൊരു ബോട്ട്. നമ്മൾ വന്നത് ഇച്ചിരി ഏകദേശം ഇപ്പോൾ ഒരു 12 മണി. നല്ല വെയിലും ഇതൊക്കെയാണ്. ഒരു വൈകുന്നേരം സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് ഇവിടുത്തെ സീനറി. ഇതൊരു ചെടിയാണെന്ന് തോന്നുന്നത്. ഇതൊരു പൂവ് ചെടിയാണെന്ന് അറിയത്തില്ല. ഒരു വെള്ള പൂവൊക്കെ ഉണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ കൂടി കിടന്നിട്ടേ ആ മഞ്ഞ ഇലയും പച്ചയും കൂടെയും ഈ വെള്ളയും കൂടെ മിക്സ് ചെയ്തൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മേളിൽ കയറണം. അതിൻ്റെ മേളിൽ കയറിയിട്ട് അതിൻ്റെ വ്യൂ ഒന്ന് എടുക്കണം. അവിടെ 2 പേര് ഇരിപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മേളിൽ കയറി പോകാൻ നോക്കാം. മേളിൽ നിന്ന് എൻ്റെ നോക്കാം എന്താ രസം. ഓ എന്താ രസം. ഇത് ഏകദേശം നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ പറഞ്ഞായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉച്ചയായി. ശരി നേരിച്ചേക്കുമ്പോൾ നട്ടുച്ചയായി. വൈകുന്നേര സമയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു സൂര്യാസ്തമയം അതൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. എന്താ രസം.
നല്ല കാറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബൈ.